അപ്പൊ ഇന്ന് മൂന്നാം ഓണാട്ടോ. മൂന്നാം ഓണാണ് നമ്മൾ നമ്മുടെ അമ്മയുടെ വീട്ടിൽ കൂടുക. അതായത് എൻ്റെ അമ്മമ്മയുടെ വീട്ടില്. എൻ്റെ അമ്മമ്മയുടെ വീട് വരുന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ തൊട്ടടുത്താണ്. അപ്പൊ നമ്മൾ അവിടെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി പാർക്കിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒറ്റ പ്രാവശ്യം നമുക്ക് ഓപ്പൺ ആയി കിട്ടാറില്ല. ഇന്ന് നമ്മുടെ ഭാഗ്യത്തിന് ഓപ്പൺ ആയിരുന്നു. അപ്പൊ ചെന്ന പാടെ നമ്മൾ അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ കയറി. അപ്പൊ പാച്ചു കുറേ ആയിട്ട് ഒരു പാർക്ക് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പൊ ഇതിൽ കഴിഞ്ഞു കേട്ടോ. പാച്ചുവിന്റെ കൂടെ പോകുന്നത് എന്റെ മാമന്റെ മോനാണ്. അപ്പം ഇതേപോലെ ചെറിയ മാമന്റെ മക്കളുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റിൽ ഇടുന്നോളൂ. അപ്പം ഇതൊക്കെ എന്റെ കസിൻസ് ആണ്. അപ്പൊ നമ്മള് എല്ലാരും ഓണം വിഷുവിനൊക്കെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർക്കിലേക്ക് പോവാണ്. അപ്പൊ അതൊന്നും നമുക്ക് പാർക്ക് ഓപ്പൺ ആവാറില്ല. അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് റീലൊക്കെ എടുത്ത് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വീട്ടിൽ തന്നെ പോരും. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനും മോന് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ഞാൻ പാർക്കിൽ കയറുന്നത്. പിന്നെ നമുക്ക് പാർക്ക് കയറാനേ പറ്റിയിട്ടില്ല. അധിക ദിവസം നമ്മൾ പോകുമ്പോൾ ക്ലോസ് ആയിരിക്കും. അപ്പം അത് ഇത്രയും വർഷത്തിന് ശേഷം നമ്മൾ ഇപ്പൊ കയറി കേട്ടോ. അപ്പൊ കയറിയപ്പോ തന്നെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കയറി. നമുക്ക് ഇങ്ങനെ പ്രായപരിധി കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ പരിധിച്ച് ബോർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നമ്മള് എല്ലാത്തിലും വലിഞ്ഞു കയറിയൊരവസ്ഥയായിരുന്നു. എന്താ പറയാ, ആനക്കരിമ്പ് തൊട്ടൊക്കെ പോയ അവസ്ഥ അല്ലേ, ആ ഒരു പരിപാടിയിൽ നമ്മൾ ചെന്നിട്ട്. അപ്പൊ അതാ എല്ലാത്തിലും കയറി മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമ്മൾ കയറി പോക്ക്. അപ്പൊ ഞാൻ പിന്നെ കുറച്ചൊക്കെ ഒന്ന് അടങ്ങി നിന്നു. ഏട്ടന് വയ്യായിരുന്നു, നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അങ്ങനെ അതാ ഇവര് എല്ലാത്തിലും വലിഞ്ഞു കയറി ഫുള്ള് സന്തോഷത്തിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ചാനൽ വീടായും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അച്ഛനൊരു ബലൂണ് വാങ്ങിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബലൂണായിട്ട് കുറെ നടന്നു. ലാസ്റ്റ് ബലൂണ് പൊട്ടിപ്പോയി. അപ്പം ഇവർക്ക് ഫുള്ള് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഇറങ്ങാം. അപ്പൊ ഞാനും എൻ്റെ ഒരു മേമയുടെ മോളും കൂടിയാണ് റെയിലിന്റെ ആൾക്കാര്. അപ്പൊ നമ്മളാണ് അധികം റെയിൽ ഒരുമിച്ച് എടുക്കാറ്. അപ്പം ഇവർ അതിന്റെ മുകളിൽ വലിഞ്ഞു കയറുമ്പം ഇവന്മാര് നോക്കി നിൽക്കണം. ഇവന്മാർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടത്. അപ്പൊ ഇവരെ ഓടി ഇതിമ്മക്ക് കയറി. ഇവരത് കയറുന്ന കണ്ടപ്പോഴത്തേക്ക് മറ്റേ ടീംസ് വേഗം ഇവിടെ എത്തിയിരുന്നു കേട്ടോ. അപ്പൊ രസമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം വരുന്ന സ്പോട്ടായിരുന്നു. പിന്നെ സർവകലാശാലയൊക്കെ വലുതായതിനു ശേഷം അവിടെ വർക്കിംഗ് ഡേയ്സിൽ പുറമെ കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പോയി. ഇപ്പം നമ്മൾ എപ്പോഴാ ഓപ്പൺ ആക്കലേ അറിയില്ല, ഒന്നും നമുക്കറിയില്ല. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ടറിയില്ല. അങ്ങനെ എപ്പോഴും നമ്മളങ്ങനെ സങ്കടം പറയും കേട്ടോ, പാർക്കിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതാ ഇവര് ഫുള്ള് കളിയും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് റീലൊക്കെ എടുത്തു. പിന്നെ നോക്കുമ്പോ ഏട്ടനെ കാണാൻ, ഏട്ടൻ ഇങ്ങനെ ഒരു ഊഞ്ഞാലിരുന്ന് അങ്ങനെ ആടുന്നു. ഈ ഓടി പോകുന്നൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഓട്ടാട്ടോ. പിന്നെ പാച്ചും മാമന്റെ മോനും കൂടി ഇതാ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇപ്പൊ ഇതിൽ കയറാൻ നോക്കി. അപ്പൊ മറ്റാളിങ്ങനെ പറയണ്ടേ ഇത് കൂടെ കയറി വെക്കുന്നൊക്കെ പറഞ്ഞ അവനെ ഇപ്പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ ഇവിടെ പക്ഷെ ഒരു ഫ്രണ്ടിനെയും കൂടി കൊണ്ടോ ഞാന്. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക്